السلام عليكم ورحمة الله وبركاته. അഹ്ലൻ വസഹ്ലൻ ബിക്കും ഫീ ഖനാതിന. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ അറബി ടെക്സ്റ്റ് ബുക്കിലുള്ള 30ാമത്തെ പേജിലെ അൽ ഇജാഉ ഹഖ്ഖുൻ ലിൽ ജമീഅ എന്ന ഒരു പാഠഭാഗമാണ് ഇന്ന് നോക്കുന്നത്. ഈ പാഠഭാഗത്തിൽ ഒരു TV റിപ്പോർട്ടർ ലൈവായിട്ട് നൽകുന്ന ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് പാഠഭാഗം വായിച്ചു നോക്കാം, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. അൽ ഇസാ ഭക്ഷണം, ഹഖ്ഖുൻ അവകാശമാണ്, ലിൽ ജമീഅ എല്ലാവരുടെയും അവകാശമാണ്. ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്. മസാ ഉൽ ഖൈർ, أهلا وسهلا بكم جميعا في حلقة جديدة من قناة الرحلة. اليوم نحن في الصومال. الآن أقف أمام مطار بوساسو الدولي ومعنا مرشدنا السيد دافيد. مساء الخير. Good evening. أهلا وسهلا بكم. എല്ലാവർക്കും സ്വാഗതം. ജമീഅൻ എല്ലാവർക്കും. ഫി ഹൽഖത്തിൻ ജദീദത്തിൻ, ഹൽഖത്ത് എപ്പിസോഡ്, ജദീദത്തിൻ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മിൻ ഖനാത്തി, ഖനാത്ത് ചാനൽ, റിഹ്ല, റിഹ്ല യാത്ര, യാത്ര റിഹ്ല എന്ന് പറയുന്ന ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽയൗം ഇന്ന്, നഹ്നു നമ്മൾ, ഫി സോമാൽ സൊമാലിയയിലാണ് ഉള്ളത്, അൽ ആൻ ഇപ്പോൾ, അഖിഫു ഞാൻ നിൽക്കുന്നു, അമാമ മത്വാറി ബൂസാസു അമാമ മുമ്പിൽ, മത്വാറി ബൂസാസു ബൂസാസോ എയർപോർട്ടിന്റെ മുമ്പിൽ, അദ്ദൗലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്, വ മഅന നമ്മുടെ കൂടെയുള്ളത്, മുർഷിദുന നമ്മുടെ ഗൈഡായിട്ടുള്ള, സയ്യിദ് ദാഫീദ് മിസ്റ്റർ ഡേവിഡ് ആണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം നിൽക്കുന്നത്, നമുക്ക് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു എയർപോർട്ടിന്റെ മുമ്പിലാണ് റിപ്പോർട്ടർ നിൽക്കുന്നത്. അത് സൊമാലിയയിലുള്ള ബൊസാസോ എന്ന് പറയുന്ന ഒരു എയർപോർട്ടിന്റെ മുമ്പിലാണ്. അദ്ദേഹം ഒറ്റക്കല്ല, ഒരു ഗൈഡായിട്ടുള്ള ഡേവിഡ് എന്ന് പറയുന്ന ഒരാൾ കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഹയ്യ നറുഹ് ഇല മനാളിറി സുമാലി ഖല്ലാബ. الحين نحن في ضفة نهر جوبا. هذه منطقة جذابة وطبيعتها جميلة ومياهها صافية وأرضها خصبة. معظم سكانها يعتمدون على صيد الأسماك للمعيشة. هيا വരൂ, നറുഹ് ഇല മനാളിറി സൊമാലി അൽ ഖല്ലാബ. നറുഹ് നമുക്ക് പോകാം, ഇല മനാളിറി സൊമാലി സോമാലിയയുടെ കാഴ്ചകളിലേക്ക്, അൽ ഖല്ലാബ മനോഹരമായ കാഴ്ചകളിലേക്ക്. അൽഹീൻ ഇപ്പോൾ, നഹ്നു ഫി ലഫത്തി നഹരി ജൂബ. നഹ്നു നമ്മൾ, ഫി ലഫത്തി, ലഫത്ത് കര, ലഫത്തി നെഹർ നദിക്കരയിലാണ്, ജൂബ ജൂബ നദിക്കരയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അസിഹി മിൻതഖത്തുൻ ജസാബത്തുൻ. അസിഹി ഇത്, മിൻതഖത്തുൻ ഒരു പ്രദേശമാണ്, ജസാബത്തുൻ നല്ല ആകർഷകമായ ഒരു പ്രദേശമാണ്. വതബീഅതുഹാ ജമീലത്തുൻ, തബീഅത്ത് പ്രകൃതി, അതിന്റെ പ്രകൃതി അല്ലെങ്കിൽ ഈ സ്ഥലത്തിന്റെ പ്രകൃതി, ജമീലത്തുൻ മനോഹരമാണ്. വ മിയാഹുഹാ സ്വാഫിയത്തുൻ അതിന്റെ വെള്ളം, മിയാഹ് മാ എന്ന വാക്കിന്റെ ജം ആണ് മിയാഹ്, മിയാഹുഹ അതിന്റെ വെള്ളം, സാഫിയത്തുൻ ശുദ്ധമായതാണ്. വ അർളുഹ അതിന്റെ മണ്ണ്, ഹസീബത്തുൻ നല്ല ഫലഭൂയിഷ്ടമാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്, എല്ലാം നന്നായിട്ട് വളരുന്ന മണ്ണാണ്. മുഅളമു സുക്കാനിഹ യഅ്തമിദൂന അലാ സൈദിൽ അസ്മാക്കി ലിൽ മഈഷ. മുഅളമു സുക്കാനിഹ, മുഅളം ഭൂരിഭാഗം, കൂടുതൽ ആളുകളും,
സുക്കാനിഹ ഇവിടെ താമസിക്കുന്ന കൂടുതൽ ആളുകളും യഅ്തമിദൂന അവരാശ്രയിക്കുന്നത് അലാ സ്വൈദിൽ അസ്മാക് മീൻപിടുത്തത്തെയാണ് ലിൽ മഈഷ ജീവിതോപാധിയായിട്ട് ജീവിക്കാൻ വേണ്ടി അവർ ആശ്രയിക്കുന്നത് മീൻ പിടിക്കലാണ്. അപ്പോൾ മീൻ പിടിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ള കൂടുതൽ ആളുകളും. അപ്പോൾ അദ്ദേഹം നമ്മളെ കൊണ്ടുപോയത് ജൂബ നദിക്കരയിലാണ്. ജൂബ നദിക്കരയെക്കുറിച്ച് കുറച്ച് പ്രത്യേകതകൾ അദ്ദേഹം പറയുന്നുണ്ട്. നല്ല മനോഹരമായ പ്രദേശമാണ്, മനോഹരമായ പ്രകൃതിയാണ്, നല്ല വെള്ളമുള്ള ഒരു നദിയാണ്. അതുപോലെ അതിൻ്റെ തീരത്ത് നല്ല ഫലഭൂയിഷ്ടമായ വളക്കൂറുള്ള മണ്ണുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ മീൻപിടുത്തത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. കാദത്തി ഷംസു തഈബു നൽതക്കി ബുക്റതൻ ഫി ബുഖാത്തിൻ ഉഖ്റ മഅസ്സലാമ. കാദത്തി ഷംസു തഈബു കാദ ആയിരിക്കുന്നു, അശംസ് സൂര്യൻ, തഈബു അസ്തമിക്കാൻ. അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. നെൽതക്കി നമുക്ക് കാണാം, ബുക്റത്തൻ നാളെ, ഫി ബുഖഅത്തിൻ ഉഖ്റ ബുഖഅത്ത് മറ്റൊരു പ്രദേശത്ത് വെച്ച്, നമുക്ക് നാളെ മറ്റൊരു പ്രദേശത്ത് വെച്ച് കാണാം. മഅസ്സലാമ ഗുഡ് ബൈ. അപ്പോൾ അദ്ദേഹം ആ എപ്പിസോഡ് അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ് സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്, നമുക്കിനി അടുത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നാളെ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓരോ സ്ഥലത്ത് യാത്ര ചെയ്തുകൊണ്ട് ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇദ്ദേഹം നമുക്ക് തരുന്നത്. 31 പോകുമ്പോൾ അവിടെ നമുക്കൊരു ഗ്രാമത്തിൻ്റെ നല്ല മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് 30-ാമത്തെ പേജിൽ ന്യൂസ് റിപ്പോർട്ടർ തന്നതുപോലെയുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ അവിടെ തയ്യാറാക്കണം. ഈ ഗ്രാമത്തെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ആ ചിത്രത്തിലേക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ആ ഗ്രാമത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്? ഒരു മനോഹരമായ ഗ്രാമമാണ്. അവിടെ മലനിരകളുണ്ട്, ഒരു പുഴ ഒഴുകുന്നുണ്ട്, ആളുകൾ മീൻ പിടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കൃഷിയാണ് എന്നും കൊടുക്കാം. നല്ല പച്ചപ്പുള്ള പ്രദേശങ്ങളാണ് തന്നിരിക്കുന്നത്, പിന്നെ ചെറിയ വീടുകളുണ്ട്. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. പക്ഷെ സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല, നമുക്ക് ഗ്രാമം എന്ന് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ തുടക്കം കൊടുത്തിരിക്കുന്നത് സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്, അഹ്ലം വസഹ്ലം ബിക്കും, എല്ലാവർക്കും സ്വാഗതം, അൽ ആൻ ഇപ്പോൾ, അഖിഫു ഞാൻ നിൽക്കുന്നത്, ഇത്ര വരെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഞാനൊരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത് എന്ന് കൊടുക്കാം. അൽ ആൻ അഖിഫു ഫി ഖറിയത്തിൻ ജമീലത്തിൻ, ഞാനൊരു മനോഹരമായ ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. ഹാസിഹി മിൻതഖത്തുൻ ജസാബത്തുൻ, മിൻതഖത്ത് പ്രദേശം, ജസാബത്ത് ആകർഷകമായ, ഇതൊരു ആകർഷകമായ പ്രദേശമാണ്. വ ത്വബീഅതുഹ ജമീലത്തുൻ, ഇതിൻ്റെ പ്രകൃതി മനോഹരമാണ്. ഒരു പുഴ ഒഴുകുന്നുണ്ട് അല്ലേ, അപ്പം നമുക്കത് അവിടെ ചേർക്കാം. ഫി വസത്തിൽ ഖറിയ യജിരി നഹ്റുൻ, ഫി വസത്തിൽ ഖറിയ ഗ്രാമത്തിൻ്റെ നടുക്കൂടെ, യജിരി നഹ്റുൻ ഒരു പുഴ ഒഴുകുന്നുണ്ട്. വ മിയാഹുഹ സ്വാഫിയത്തുൻ, അതിലെ വെള്ളം നല്ല ശുദ്ധമായതാണ്. ഫി ഹാസിഹിൽ ഖറിയത്തി ബുയൂത്തുൻ സഈറത്തുൻ, ഈ ഗ്രാമത്തിൽ ചെറിയ വീടുകളുണ്ട്. വ ജിബാലുൻ ആലിയത്തുൻ, ഉയർന്ന മലനിരകളുണ്ട്. വ അഷ്ജാറുൻ ഖളുറാഉൻ, പച്ചപ്പുള്ള മരങ്ങളുണ്ട്. യഅമലുൻ നാസു ഫി സറാഅത്ത്, ആളുകൾ കൃഷിപ്പണിയാണ് ചെയ്യുന്നത്. വ റഅയിൽ അയ്നാം, ആട് മേയ്ക്കുകയും ചെയ്യുന്നു. ബഅളുൻ നാസു സീദിൽ അസ്മാക്, ചില ആളുകൾ മീൻപിടുത്തക്കാരാണ്. നമുക്ക് ഇതിനെ അവസാനിപ്പിക്കാം. നെൽതഖി നമുക്ക് കാണാം,
ഫി ഹൽക്കത്തിൻ ജദീദ, പുതിയൊരു എപ്പിസോഡിൽ. അസ്സലാമ, ഗുഡ് ബൈ. നമുക്ക് ചെറിയ വാക്കുകളെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മുടെ പാഠഭാഗത്ത് തന്ന വാക്കുകൾ തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മക്കളിത് അവിടെ പൂരിപ്പിച്ചു കൊടുക്കുക. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഏറ്റവും എളുപ്പത്തിലുള്ള പാഠത്തിൽ നിന്നുള്ളത് തന്നെ എടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു ചെറിയൊരു റിപ്പോർട്ടാണ്.